ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം വലിയവനായ ദൈവം നമ്മെ സൂക്ഷിച്ചതിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം വേർപിരിക്കാൻ കഴിയാത്ത ദൈവസ്നേഹത്തെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്ത് 8-ാം അധ്യായം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 8-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന് വ്യക്തമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. അത് ഏതു വലിയ ശക്തികൾ വന്നാലും, ഏതു ഭരണം മാറി വന്നാലും ഈ ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമകന്റെ ഉറപ്പ് അതാണ്. മരണം സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റ് അധികാരികൾ വന്ന് നമ്മെ ഭയപ്പെടുത്തി മാറ്റുവാനായിട്ട് ശ്രമിക്കാം. മറ്റ് യാതൊരു ശക്തിയും, ഏതൊരു ശക്തിയും നമ്മെ വേർപിരിക്കാൻ ശ്രമിക്കുന്നോ, ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും എൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ജീവിതത്തിൽ കുറവുകളുണ്ട്, പരാജയങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഒരു സത്യം എനിക്കറിയാം, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിന്റെ സ്ഥാനാപതിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്വർഗീയ പൗരത്വം എനിക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവിനോട് കൂടി ഞാൻ കൂട്ടവകാശിയാണ്. എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഈ സത്യങ്ങളൊക്കെ ഞാൻ 100% വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ പ്രത്യാശയുടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഉന്നതമായ ഒരു സ്ഥാനത്ത് നിന്നും വിശ്വാസി വന്നയാളാണ്. പലവിധമായ പ്രതികൂലങ്ങൾ തന്നെ ഇതിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പൗലോസ് പറയുന്നു, ഈ ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ വിഷയം. ആരെങ്കിലും ഈ ദൈവസ്നേഹം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഈ കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ രാവിലെ സമയം താഴ്മയോടുകൂടി ഞാൻ പറയട്ടെ, ഈ കർത്താവിലേക്ക് കടന്നു വരിക. ഈ ദൈവസ്നേഹം ഒരിക്കൽ രുചിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലെ നിരാശ മാറും. അതിന്റെ അർത്ഥം ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ലെന്നോ രോഗങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ ഒന്നുമല്ല. എന്നാൽ കർത്താവിനോട് കൂടെ ഞാനായിരിക്കുന്നു. കർത്താവ് എല്ലാ പ്രതിസന്ധികളിലും എനിക്ക് പോക്ക് വഴി നിവർത്തിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 35 വർഷക്കാലത്തെ എന്റെ ജീവിതത്തിന്റെ രഹസ്യം ഈ കർത്താവിനോട് കൂടെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യാതൊരു ശക്തിക്കും യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ, അവിടെ പൗലോസിനെ മാത്രമല്ല പറയുന്നത്, റോമിലെ വിശ്വാസികളെ, നമ്മെ ഒരുത്തരെയും വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവമക്കളായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്,
വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ഈ കർത്താവിലേക്ക് ചാരുക, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. അവനെ കൈക്കൊണ്ടവർ ഒരിക്കൽ പോലും നിരാശപ്പെട്ടിട്ടില്ല. ഒരു ശക്തിക്കും അവരെ വേർപിരിക്കാനായിട്ട് കഴിയില്ല. ഈ ഒരു ബോധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ നാളെ ഈ കർത്താവിനെ പറ്റി സാക്ഷ്യം പറയുന്നവരായിരിക്കണം. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയൻ, എനിക്ക് ഒരു മുട്ടുമില്ല. ഇതൊരു സാക്ഷ്യം നമ്മുടെ ജീവിതം കൊണ്ട് നാം പറയുവാനായിട്ടിടയായി തീരണം. കേൾവിക്കാരായ ഓരോരുത്തരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ദൈവ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ്. ഈ ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെയും നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു ശക്തിക്കും കർത്താവേ ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ആരെങ്കിലും ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഈ കർത്താവിന്റെ ക്രൂശിലെ യാഗം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, കർത്താവെ അവർ കടന്നു വരുവാൻ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.